ഹായ് എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മഹാ എപ്പിസോഡിന്റെ ഒന്നാം പാർട്ടിലേക്ക് സ്വാഗതം. ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, ഒന്നാമതേ നല്ല തലവേദന, എനിക്കൊന്ന് കിടക്കണം, ഞാനൊന്ന് കിടക്കട്ടെ. രാമ ചോദിക്കുകയാണ്, ചേടാ ഇത്രയ്ക്കും ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ എന്താ ചോദിച്ചത്? ശാരദാമ്മ പറയുകയാണ്, പാവം, അവൾക്കെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന് കരുതിയതാണ്, അതും അടഞ്ഞു. ശാരിക പോകുന്നത് സംശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശാലിനി. കുറുപ്പ് സാർ പറയുകയാണ്, ശാരികയുടെ പഠിപ്പ് വെച്ച് അവൾക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ ശാരദാമ്മേ? ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് പോലും ഇപ്പോൾ ഡബിൾ എംഎയും ഡോക്ടറേറ്റും ഒക്കെ ആണ്. അതുമാത്രമല്ല, ശാരികയ്ക്ക് ചെറിയ ശമ്പളത്തിൽ ജോലി കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരുമോ? ഒരിക്കലും ഇല്ല. ശാലിനിയുടെ IAS സർവീസ്, ശ്യാമയുടെ പഠിപ്പ്, കുടുംബശ്രീ ഹോട്ടലിന് കൂടുതൽ സൗകര്യങ്ങൾ, സ്വപ്നങ്ങൾ പിന്നെയും ബാക്കി കിടക്കുകയല്ലേ? അതിനേക്കാൾ ഉപരിയായി രാജേശ്വരിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ 3-ാം തീയതി ഇങ്ങടുത്തു. അന്നത് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്റെ അനന്തരവൾ ശ്രീരഞ്ജിനിയാണ്. അത് നടന്നില്ലാന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ലാതാകും. അതാണ് ഞാനിവിടെ വന്ന് ഇതൊക്കെ പറയുന്നത്. ശാലിനി പറയുകയാണ്, ശരി ശരി, ഇനി അധികമൊന്നും ആലോചിക്കാനില്ല കുറുപ്പ് സാറേ. 10 ലക്ഷമല്ല, 10 രൂപയ്ക്ക് പോലും ഇപ്പോൾ കുടുംബശ്രീയിൽ പൊന്നും വിലയാണ്. ശാരദാമ്മ ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന് ചേരുന്നു. കുറുപ്പ് സാറിന് പേര് രജിസ്റ്റർ ചെയ്യാം. അത് കേട്ട് ഡി എന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അല്ലാതെ എവിടെ നിന്നെടുത്ത് കൊടുക്കും അമ്മേ രാജേശ്വരിക്ക് 10 ലക്ഷം രൂപ? ഇനി എവിടെ നിന്നെങ്കിലും കടവും കാവലും ഒക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ തന്നെ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടി പണിയെടുത്ത് അമ്മയുടെ നടുവൊടിയും. ഇങ്ങനെ ഒരു അവസരം മുന്നിലുള്ളപ്പോൾ നമ്മളത് വിനിയോഗിക്കണം. ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള നിലയിലെങ്കിലും അതിൽ പങ്കെടുക്കുന്നത് നല്ലത് തന്നെയാണ്. കുറുപ്പ് സാർ പറയാണ്, വെരി ഗുഡ്, അപ്പോ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കാം. വെറും ഭാഗ്യ പരീക്ഷണമല്ല, ഭാഗ്യം തന്നെയാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. ശാരദാമ്മ പാചക മത്സരത്തിന് ചേരുന്നതിന് മുമ്പ് തന്നെ ഈ കുടുംബശ്രീ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോയി കുടുംബശ്രീ ശാരദാമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്യട്ടെ. അത്രയും പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് കുറുപ്പ് സാർ. പക്ഷെ വിഷമിച്ച് ആലോചിച്ച് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് അർജുനെയും പ്രീതിയെയുമാണ്. അർജുൻ ചോദിക്കുകയാണ്, നീ എന്താ കുറെ നേരമായിട്ട് ഒന്നും മിണ്ടാത്തത്? അത് അർജുനേട്ടനെ ഈ വീട്ടിൽ നിന്നും എങ്ങനെ പുറത്തു കടത്തുമെന്ന് ആലോചിച്ചിട്ടാണ്. ഒപ്പം അർജുനേട്ടൻ പോകുവാണ് എന്നുള്ള ഒരു സങ്കടവും. അതൊന്നും സാരമില്ല, നമുക്കൊരു രാത്രി കൂടി കിട്ടിയിരിക്കുകയല്ലേ. അതെ, ഈ രാത്രി അവസാനിക്കരുതേ എന്നാണ് എന്റെ ആഗ്രഹം. അന്നേരം ചിരി വരുത്തി അർജുൻ ചോദിക്കുകയാണ്, അയ്യോ, അപ്പോൾ നമുക്ക് വിശക്കില്ലേ? പിന്നെ എനിക്ക് കോടതിയിലും പോണം. കോടതിയിൽ പോയാലല്ലേ എനിക്ക് ഫീസും കിട്ടൂ. അതുകൊണ്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എന്നെ വിശ്വസിക്കുന്ന കക്ഷികളും ജൂനിയേഴ്സും ഒക്കെ പിന്നെ എന്തു ചെയ്യും? കോടതിയെയും കക്ഷികളെയും ജൂനിയേഴ്സിനുമൊക്കെ വിട്ടുകള അർജുനേട്ടാ. ഇപ്പൊ ഞാനാണ് അർജുനേട്ടന്റെ ഏക കക്ഷി, ജൂനിയറും ജഡ്ജും ഒക്കെ, മനസ്സിലായോ? യെസ് യുവർ ഓണർ എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് അർജുൻ. അതേസമയം പ്രീതിയുടെ വാതിൽ വന്ന് മുട്ടുകയാണ് സുസ്മിത. ആരാന്ന് അർജുൻ പ്രീതിയോട് ചോദിക്കുമ്പോൾ, ഹലോ പ്രീതി, വാതിൽ തുറക്കുക എന്ന് സുസ്മിത പറയുകയാണ്. പ്രീതി പറയുകയാണ്, സുസ്മിതയാണല്ലോ. അർജുൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വാതിൽ തുറന്ന അവൾ റൂമിലേക്ക് കയറില്ലേ? വരുത്താതിരിക്കാൻ ഞാൻ പരമാവധി നോക്കാം. എന്നാലും ഒരു സേഫ്റ്റിക്ക് അർജുനേട്ടൻ ബാത്റൂമിലേക്ക് കയറി നിൽക്ക്. ലൈറ്റ് ഇടണ്ട. സ്വന്തം മൊബൈലും എടുത്ത് കയ്യിലെടുത്ത് വെച്ചോ. എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ എനിക്ക് പുറത്തു പോകേണ്ടി വന്നാൽ വിളിക്കാമല്ലോ. ഞാൻ മെസ്സേജ് അയക്കാം. അന്നേരം അർജുനേട്ടൻ വന്ന് കതക് ലോക്കാക്കിയാൽ മതി. ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ വാങ്ങി ബാത്റൂമിലേക്ക് പോവുകയാണ് അർജുൻ. പ്രീതി ഉറങ്ങിയോന്നൊക്കെ സുസ്മിത ചോദിക്കുന്നുണ്ട്. പിന്നീട് പ്രീതി എന്താ സുസ്മിത എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുസ്മിത പറയുകയാണ്, ഒന്ന് മാറ് പ്രീതി, എനിക്ക് റൂമിലേക്ക് കയറാൻ വിലക്കൊന്നും ഇല്ലല്ലോ. അത്രയും പറഞ്ഞ് റൂമിനകത്തേക്ക് കയറുകയാണ് സുസ്മിത. കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് പ്രീതി ഇതിനകത്ത് റൂം അടച്ചിരിക്കുകയാണ്. അകത്തേക്ക് ഞങ്ങൾക്കാർക്കും പ്രവേശനവും ഇല്ല. അല്ല, രഹസ്യമായിട്ട് ഇവിടെ നിധിയൊന്നും ഒളിപ്പിച്ചു വച്ചിട്ടില്ലല്ലോ അല്ലേ? അതൊക്കെ സുസ്മിക്ക് വെറുതെ തോന്നുന്നതാണ്. എനിക്ക് നേരത്തെ ഉറക്കം വന്നു. തോന്നലൊന്നും അല്ല. ഞാൻ പ്രീതിയെ ഇന്നും ഇന്നലെയുമൊന്നുമല്ലല്ലോ കാണാൻ തുടങ്ങിയത്. അല്ല, എങ്ങനെയും എപ്പോഴാണ് പ്രീതി ഇങ്ങനെ റൂം അടച്ച് ഇരിക്കുന്നത്? എനിക്കാണെങ്കിൽ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നാൽ അപ്പോൾ തന്നെ ബോറടിക്കും. വിഷ്ണുവേട്ടൻ ഭയങ്കര തിരക്കല്ലേ, മൊബൈലൊക്കെ എത്ര നേരം എന്ന് വെച്ചാ നോക്കിയിരിക്കുന്നത്. അതാണ് പ്രീതിയോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതി ഞാൻ വന്നത്. അകത്ത് നിന്ന് അർജുൻ കരുതുകയാണ്, ഈ പിശാച് പോകുന്ന ലക്ഷണമില്ലല്ലോ. വാ ഇരിക്കുമെന്നും പറഞ്ഞ് പ്രീതിയെയും പിടിച്ച് കട്ടിലേക്ക് ഇരുത്തുകയാണ് സുസ്മിത. സുസ്മിത ചോദിക്കുകയാണ്, അല്ല പ്രീതി, പ്രീതിക്ക് ഓജോ ബോർഡിനെ പറ്റി എന്താ അഭിപ്രായം? ഓജോ ബോർഡോ? അതെ, ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ച് ഒരു നാണയവും വെച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന പരിപാടിയില്ലേ?
സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാണ്. പ്രീതി ചോദിക്കുകയാണ്, കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമാണോ? സത്യമാണോ എന്ന് ചോദിച്ചാൽ, ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്തിരുന്നോ? ഒന്നും വർക്കൗട്ട് ആയില്ല. പക്ഷെ എന്റെ ചില ഫ്രണ്ട്സ് പറയുന്നത് സംഗതി ഉള്ളതാണെന്നാണ്. വിളിച്ചാൽ ഗോസ്റ്റ് വരുമത്രേ. ഇതൊക്കെ കേട്ട് അർജുൻ അകത്ത് നിന്ന് പറയുകയാണ്, നിന്റെ അടുത്ത് വേറെന്തിനാ ഒരു ഗോസ്റ്റ്? നീ തന്നെ ഒരു ഗോസ്റ്റ് അല്ലേ, ഒന്ന് പോവച്ചേ അവിടെന്ന്. സുസ്മിത ചോദിക്കുകയാണ്, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ പ്രീതി? പ്രീതി പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, എനിക്കതൊക്കെ പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ 2 പേരില്ലേ ഇവിടെ. അതിനിവിടെ ഓജോ ബോർഡൊന്നും ഇല്ലല്ലോ. സുസ്മിത പറയുകയാണ്, അത് ശരിയാണ്, പക്ഷേ സത്യത്തിൽ ബോർഡിന്റെയും ഓയിന്റെയും ആവശ്യമൊന്നും ഇല്ല. സാഹചര്യവും സന്ദർഭവും അനുകൂലമാണെങ്കിൽ ഇങ്ങനെയെന്നും പറഞ്ഞ് തൊഴുതു നിന്ന് സുസ്മിത പറയുകയാണ്, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ 1-2 തവണ സുസ്മിത പറയുമ്പോൾ പെട്ടെന്ന് ജനലിലെ കർട്ടനൊക്കെ ആടി ഉലയുകയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചു നോക്കുകയാണ് പ്രീതി. അതിനുശേഷം സുസ്മിത പറയുകയാണ്, ഞാൻ ഈ ഗ്ലാസ് കഴുകിക്കൊണ്ട് വന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നോക്കാം. ഒരു രസം, 1 മിനിറ്റ് എന്നും പറഞ്ഞു പോവുകയാണ് സുസ്മിത. അത്രയും പറഞ്ഞ് ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന പ്രീതി പെട്ടെന്ന് അർജുനെ ഇരുട്ടിന്റെ മറവിൽ കാണുകയാണ്. ഓ മൈ ഗോഡ് എന്നും പറഞ്ഞ് കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണ് നിലവിളിക്കുകയാണ് സുസ്മിത. ഗോസ്റ്റ് എന്നും പറഞ്ഞ് തലകറങ്ങി വീഴുകയാണ് സുസ്മിത. പെട്ടെന്ന് പുറത്തേക്ക് അർജുനും വരുന്നുണ്ട്. പ്രീതി വന്ന് സുസ്മിതയെ വിളിക്കുകയാണ്, സുസ്മിത എഴുന്നേൽക്ക്. അർജുൻ പറയുകയാണ്, എന്നെ കണ്ട് ഗോസ്റ്റ് ആണെന്ന് കരുതി ഇവളിവിടെ തലകറങ്ങി വീണതാണ്. പ്രീതി പറയുകയാണ്, തൽക്കാലം ബോധമില്ലല്ലോ അർജുനേട്ടാ, നമുക്ക് ആലോചിക്കാം. അർജുനേട്ടൻ പിടിക്കുക, ആദ്യം നമുക്ക് ബെഡിലേക്ക് കിടത്താം. പിന്നീട് കാണിക്കുന്നത് ബോധമില്ലാതെ കട്ടിൽ കിടക്കുന്ന സുസ്മിതയാണ്. കൂടെ വിഷ്ണുവുമുണ്ട്. പ്രീതി വെള്ളം തളിക്കുകയാണ് സുസ്മിതയുടെ മുഖത്തേക്ക്. പെട്ടെന്ന് കണ്ണു തുറക്കുന്ന സുസ്മിത അർജുനെ കണ്ട ആ രംഗം ആലോചിച്ച് ഗോസ്റ്റ് എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. ആ ഗോസ്റ്റ് എവിടെയെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ആ ബെസ്റ്റ്, അപ്പോ നിനക്ക് കാണേണ്ടത് പ്രേതത്തിനെയാണ്. അപ്പോ ഞാൻ അവിടെ കണ്ടതോന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് പ്രീതിയോട്, നീ കണ്ടോ പ്രേതത്തിനെ? പ്രീതി പറയുകയാണ്, ഞാനെങ്ങും കണ്ടില്ല. പരസ്പരം നോക്കി ചിരിക്കുകയാണ് വിഷ്ണുവും പ്രീതിയും. ഓജോ ബോർഡിന്റെ കാര്യം പറഞ്ഞ് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന കാര്യമൊക്കെ സുസ്മിത പറയുന്നുണ്ടായിരുന്നു. അതിനിടയില ഇങ്ങനെ ബോധം കെട്ട് വീണത്. അത് മനസ്സിൽ കിടന്നത് കൊണ്ടായിരിക്കും. വിഷ്ണു പറയുകയാണ്, ഓഹോ അത് ശരി, എന്റെ മോൾക്ക് തോന്നിയതായിരിക്കും പ്രേതം വന്ന് ഇവിടെ ഇരിക്കുന്നെന്ന്. ആകെ പേടിച്ചു വിറച്ച് സുസ്മിത പറയുകയാണ്, അല്ല, ഞാൻ ശരിക്കും കണ്ടതാണ്. തലക്കടിയേറ്റ് മരിച്ച ആരുടെയോ ആത്മാവാണ് ഇവിടെ വന്നത്. തലയിലൊരു കെട്ടുമുണ്ടായിരുന്നു ആ പ്രേതത്തിന്. വിഷ്ണു പറയുകയാണ്, എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ, ഒക്കെ നിന്റെ തോന്നലാണോ അല്ലയോ എന്ന് നമുക്ക് പോയി നോക്കിക്കളയാം. നമുക്ക് ബാത്റൂമിലേക്ക് പോവാമെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് വിഷ്ണു. സുസ്മിത പറയുകയാണ്, വേണ്ട, എനിക്ക് റൂമിൽ നിന്നും പുറത്തു പോയാൽ മതി. പ്രീതി ചോദിക്കുകയാണ്, പക്ഷെ കുറച്ചു നേരം സംസാരിക്കണം എന്ന് പറഞ്ഞല്ലേ സുസ്മിയുടേക്ക് വന്നത്? സംസാരമൊക്കെ വെളിയിൽ വെച്ച്, അതും പകല്. ഞാൻ പോട്ടെ, എനിക്ക് പോണമെന്നും പറഞ്ഞ് ഓടി മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് സുസ്മിത. ഇതൊക്കെ കണ്ട് ചിരി പൊട്ടുകയാണ് പ്രീതിക്കും വിഷ്ണുവിനും. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന വസുമതിയാണ്. അന്നേരം SI സുരേഷ് വസുമതിക്ക് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയാണ്, ഇതാണ് ആന്റി അർജുൻ ശങ്കറിന്റെ കോൾ ലിസ്റ്റ്. അന്നേരം അത് പരിശോധിക്കുകയാണ് വസുമതി. വസുമതി പറയുകയാണ്, യെസ്, എന്റെ സംശയം ശരിയാണ് സുരേഷ്. ഇതല്ലേ അർജുന്റെ ഫോണിലേക്ക് വന്ന അവസാന കോൾ? ഇത് അവളുടെ നമ്പരാണ്, പ്രീതിയുടെ, അതായത് സത്യഭാമയുടെ മകളുടെ. അതുകൊണ്ടെന്താ, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, വിളിക്കുന്നതും സംസാരിക്കുന്നതും സ്വാഭാവികമല്ലേ? സുമതി പറയുകയാണ്, അതത്ര സ്വാഭാവികം അല്ല സുരേഷ്. അവർ തമ്മിൽ അകന്നു കഴിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പ്രീതിയെ വിളിക്കുന്നതിൽ നിന്നും ഞാൻ അർജുനെ വിലക്കിയിരുന്നു. സത്യഭാമയും അങ്ങനെ തന്നെ. അർജുനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് സത്യഭാമ. എങ്കിലും വിലക്ക് ലംഘിച്ച് അവർ 2 പേരും പരസ്പരം വിളിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒന്നിച്ച് ജീവിക്കാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷെ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചത് ആ സംഭവമായിരുന്നു. ഏത് സംഭവമെന്ന് ചോദിക്കുകയാണ് സുരേഷ്. ഞാൻ സുരേഷിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഒരു പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ച്. ഒരു മാറ്റ കല്യാണത്തിന്റെ ആലോചനയായിരുന്നു അത്. അർജുന്റെ അനിയത്തെ വിവാഹം കഴിക്കുന്ന പയ്യന്റെ സഹോദരിയെ അർജുൻ വിവാഹം കഴിക്കണം, ഇതായിരുന്നു ധാരണ. പക്ഷേ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സത്യഭാമ വന്ന് കയറി. അപ്പോഴാണ് സത്യഭാമയുടെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അർജുനെ കൊണ്ട് പ്രീതിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടിപ്പിക്കുമെന്ന് സത്യഭാമ എന്നെ വെല്ലുവിളിച്ചു. അവരുടെ മനസ്സിൽ അർജുനോട് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ പ്രീതിയുടെ കാല് പിടിച്ചു മാപ്പ് മറഞ്ഞാൽ എല്ലാം മറന്ന് അവരൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് സത്യഭാമ പറഞ്ഞിരുന്നു.
ചുരുക്കി പറഞ്ഞാൽ മകളെ എങ്ങനെയെങ്കിലും അർജുന്റെ തലയിൽ കെട്ടിവെക്കണം എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അർജുന് വേറെ വിവാഹാലോചന നടക്കുന്നു എന്ന് കണ്ടപ്പോൾ സത്യഭാമ അവർക്ക് ഭ്രാന്ത് കയറി. ഗുണ്ടാ നേതാവായ മകനെ അവർ ഉടൻ വിളിച്ചു വരുത്തി. അവിടെ വെച്ചവർ പറഞ്ഞത് അർജുന്റെ വിവാഹാലോചനയുമായി പടി കയറുന്നവരുടെ കാല് വെട്ടുമെന്ന്. അന്നേരം സുരേഷ് ചോദിക്കുകയാണ്, അപ്പോൾ ആ വൈരാഗ്യത്തിൽ അവർ അർജുനെ അപായപ്പെടുത്തി എന്നാണോ ആന്റി പറഞ്ഞു വരുന്നത്? അല്ല, ഇപ്പോഴെന്റെ സംശയം മറ്റൊന്നാണ്. തന്നെ ഉപേക്ഷിച്ച് അർജുൻ വേറൊരു വിവാഹത്തിന് തുനിയുമെന്ന് മനസ്സിലാക്കിയ പ്രീതിയും അവനെതിരെ തിരിഞ്ഞതാണ്. പക്ഷേ പുറമെ അവളത് കാണിക്കാതെ സത്യഭാമയുടെ ഉപദേശപ്രകാരം സ്നേഹം നടിച്ച് അവനെ എവിടേക്കെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവണം. അവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അടുപ്പം ഭാവിച്ചോ അവനെ സത്യഭാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവന്റെ മനസ്സ് മാറ്റിയെടുക്കാനും പ്രീതിയെ പിന്നെയും അവന്റെ തലയിൽ കെട്ടിവയ്ക്കാനുമായിരിക്കും അവർ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അർജുൻ അവരുടെ വീട്ടിൽ തന്നെ കാണും എന്നുള്ളത് 100% ഉറപ്പാണ്. സുരേഷ് ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, അത് അർജുന്റെ സമ്മതത്തോടെയാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? വസുമതി ചോദിക്കുകയാണ്, സമ്മതത്തോടെയാണെങ്കിൽ പിന്നെ എന്തിന് അർജുൻ ഫോൺ ഓഫാക്കി വെക്കണം? ഇത് കിഡ്നാപ്പിംഗ് തന്നെയാണ് സുരേഷ്, 100% തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കൽ. ആ വീട് സെർച്ച് ചെയ്തേ പറ്റൂ ഇപ്പോൾ തന്നെ. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് അർജുന് ചായയുമായി വരുന്ന പ്രീതിയാണ്. ചായ വാങ്ങിയ ശേഷം അർജുൻ ചോദിക്കുകയാണ്, പ്രീതി, ഡോക്ടർ പറഞ്ഞ മണിക്കൂറുകൾ ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഓർമ്മയുണ്ട്, അർജുനേട്ടന് പോണം എന്നായി അല്ലേ? എനിക്ക് ആഗ്രഹമുണ്ടായിട്ടാണോ? സാഹചര്യങ്ങൾ നിനക്കും അറിയാമല്ലോ. ഇപ്പോ നിന്റെ അമ്മയെങ്ങാനും എന്നെ കണ്ടാൽ? പ്രീതി പറയുകയാണ്, അറിയാം, ഏത് നിമിഷവും ഞാൻ പേടിക്കുന്ന കാര്യമാണ് അത്. ഭാവിയിലെങ്കിലും നമുക്ക് ഒന്നിക്കണമെങ്കിൽ ഞാനിവിടുന്ന് പോയേ പറ്റൂ. എനിക്ക് പുറത്തു കിടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നീ ഇപ്പോൾ നോക്ക്. പ്ലീസ്, നല്ല കുട്ടിയല്ലേ, ചെല്ല്. സത്യാമ്മയോ ആ സെർവന്റോ താഴെ ഉണ്ടോന്ന് നോക്കിയിട്ട് വന്നാൽ മതി. ചെല്ലെന്നും പറഞ്ഞ് പ്രീതിയെ പറഞ്ഞു വിടുകയാണ് അർജുൻ. പ്രീതി താഴെ വരുമ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പ്രീതിയെ കണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, നീ എന്താ വൈകിയത്? ഞാൻ ജയെ അങ്ങോട്ട് അയക്കാനിരിക്കുകയായിരുന്നു. വാ മോളെ, വന്നിരുന്ന് കഴിക്ക്. കഴിക്കാനിരിക്കുമ്പോൾ കൈ കഴുകി വന്ന വിഷ്ണു പ്രീതിയോടായി ചോദിക്കുകയാണ്, കഴിച്ചോന്ന്? ഇല്ലെന്ന് പ്രീതി കണ്ണടച്ച് കാണിക്കുമ്പോൾ സത്യഭാമ അത് ശ്രദ്ധിക്കുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, എന്താ രണ്ടുപേരും കൂടി കണ്ണുകൾ കൊണ്ടൊരു കഥകളി? ഏയ് ഒന്നുമില്ലമ്മ, അവളോട് ഭക്ഷണം കഴിക്കാൻ പറയുകയായിരുന്നു. കഴിക്കടി, ഞാൻ പുറത്തു പോയിട്ട് വരാമേ. സത്യഭാമ ചോദിക്കുകയാണ്, ഇന്നെവിടെയാ? പച്ചക്കറി മാർക്കറ്റിൽ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, ആ വിഷ്ണു, പിന്നെ നീയും കൂടി അറിയാനൊരു വിശേഷം ഉണ്ട്. വിവാഹ വാർഷികമായതുകൊണ്ട് ഇവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നേരത്തെ പറയാതിരുന്നതാണ്. ആ വസുമതിയുടെ മകൻ അർജുനെ കാണാനില്ല. പോലീസിന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അന്നേരം രാഘവൻ നായരും പ്രീതിയും വിഷ്ണുവും ഒന്ന് നോക്കുകയാണ്. ഇത്രയുമാണ് 1ാം ഭാഗം. ഓക്കെ, താങ്ക് യു.